മുത്തശ്ശ, നമ്മളിപ്പോൾ എന്തു ചെയ്യണം? ഇതെന്തൊരു ചോദ്യം! ശിവഭഗവാൻ പറഞ്ഞതുപോലെ ഐശ്വര്യയുടെ കയ്യിൽ നിന്ന് രുദ്രാക്ഷം എടുക്കണമെങ്കിൽ നമ്മൾ അവളുമായി ചങ്ങാത്തത്തിലാകണം. എന്ന് വെച്ചാൽ ഇനി മുതൽ നമ്മൾ ഭൂമിയിലെ മനുഷ്യരെ പോലെ വേഷവും ഭാഷയും മാറ്റണം. ഉടുപ്പിൽ തൊടേണ്ടതിന് പകരം ഇടുപ്പിൽ തൊട്ടു. വൃത്തികെട്ടവൻ. നല്ല ഇടുപ്പ്. ഇത് കൊള്ളാം, കൊള്ളാമല്ലേ? അത് പെണ്ണുങ്ങൾക്കുള്ളതാ. എന്തൊരത്ഭുതമായ സൗന്ദര്യം! രംഭയും മേനയും തോറ്റുപോകുമല്ലോ. ഞാൻ ബ്രഹ്മചാരിയാ, എന്റെ വ്രതം തെറ്റിപ്പോകും. ആഹാ, ഇത് കൊള്ളാം. ഡ്രസ് മാറാൻ റൂം അപ്പുറത്താണ്. ഗുപ്ത, എന്താ ഒരു ശബ്ദം? എന്റെ വിശ്വരൂപത്തെ അവൾ കണ്ടു. ഈ വേഷത്തിൽ നാം എങ്ങനെയുണ്ട്? ശരിക്കും മനുഷ്യനെ പോലുണ്ട് സ്നേഹിത. ഇതെന്താ താഴെ കീറിയിരിക്കുന്നത്? മുത്തച്ഛൻ, എന്തു പറ്റി മുത്തശ്ശ? കെണിയിൽ വീണ എലിയെ പോലെ ഒരു കീന്ന് ശബ്ദം കേട്ടല്ലോ. കെണിയിൽ വീണത് എലിയല്ല, വിരല. മുത്തച്ഛ സൂക്ഷിക്കണം, വിരൽ പോയാൽ വീണ വായിക്കാൻ പറ്റില്ല കേട്ടോ. ശരി ശരി, വേഷം ദേ മാറ്റിയിട്ടുണ്ട്, ഇനി ഭാഷയും മാറ്റണം. ഓക്കേ, ഓൾ റൈറ്റ്. ഇവിടെ ഇങ്ങനെയാ പറയുന്നേ. വാ. ഗത കയ്യിലില്ല. നമ്മുടെ ഗോൾഡ് പാർട്ടി വന്നിട്ടുണ്ടല്ലോ. എവിടെ ആയിരുന്നു ഇത്ര നാള്? നിങ്ങളെ തിരക്ക് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും പിച്ചക്കാരെ പോലെ തെണ്ട് നടക്കുമായിരുന്നു ഞാൻ. വേണ്ട വേണ്ട, നിന്റെ ചങ്ങാത്തം വേണ്ട. എന്താ? നീ ഒരു സ്ത്രീയുടെ സാരി ഊരിയില്ല. അത് പിന്നെ അടിച്ചു വിട്ടായിട്ട് വെള്ളത്തിന്റെ പുറത്ത്. അത് പോട്ടെ, ഈ സാധനം ഏതാ? ഒലക്കൊക്കെ ജുബ്ബ ഇട്ടതുപോലെ ഉണ്ടല്ലോ. ഇതെന്റെ മുത്തച്ഛൻ. അദ്ദേഹം അപ്പോഴും ഇപ്പോഴും എപ്പോഴും ബ്രഹ്മചാരി. ഇനിയൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളൊരു മനഃശാസ്ത്രജ്ഞനെടുത്ത് കൊണ്ടുപോവാ. ആരത്? ഒരേ ഒരാൾ. അയാളുടെ പേര് പറഞ്ഞാൽ മതി, മയങ്ങി കിടക്കുന്ന പാമ്പ് പോലും നൃത്തമാടും. നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ഞാനല്ലേ പറയുന്നത്. ഒരുപാട് ടാട്ടണ്ട, ഊരിപ്പോകും. എന്തോന്ന്? നിന്റെ കൈ. അത് പോട്ടെ, നിങ്ങളുടെ ഗെറ്റപ്പ് ഒക്കെ മാറിയിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ സെറ്റപ്പ് അവിടെ വെച്ചിരിക്കുക. ഇതിനകത്ത്. ഓ, ബാഗിനകത്തുണ്ടോ? ഇനി നിങ്ങളുടെ തലമുടി മാത്രമേ പ്രശ്നമുള്ളൂ. എന്റെ കൂടെ വാ, നിങ്ങളെ സിനിമയിലെ ഹീറോ ആക്കി തരാം. കേട്ടോ രായപ്പ, നിങ്ങളുടെ കട്ടിങ്ങിൽ ഇവരുടെ സെറ്റപ്പ് മൊത്തം മാറണം. എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ എന്റെ മീശയെ തുടരുത്. ഞങ്ങളുടെ രണ്ടുപേരുടെ മുകളിൽ പഠിച്ചോ. എന്ത്? താഴെ താടി പഠിക്കാനാ പറഞ്ഞത്. ഓ, എന്റെ അമ്മേ, തോമസ് കുട്ടി വിട്ടോടാ. കിട്ടില്ല. എന്താ മുത്തച്ഛ, ഇഞ്ചി തിന്ന കുരങ്ങനെ പോലെ മോന്ത വളിച്ചിരിക്കുന്നത്? 4 യുഗമായിട്ട് വളർത്തിക്കൊണ്ടുവന്ന താടിയാ. നിങ്ങളുടെ കൂടെ കൂടിയപ്പോ അത് അടിയോടെ പഠിച്ചോണ്ട് പോയി. പോണെങ്കി പോട്ടെ മുത്തശ്ശ, കുറച്ച് മുടിയല്ലേ, അത് നീ വളർത്താം. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എവിടെയാ കുടി? ഇവിടെ എവിടെയെങ്കിലും കാണും. അയ്യോ, നമ്മൾ കാണാനില്ല. അകത്തവൻ പകുതിയെ പഠിച്ചുള്ളൂ, ഇവിടെ മുഴുവനും പഠിച്ചോണ്ട് പോയി. ഇത് മാത്രം കൊണ്ടുപോയില്ല. ഇന്നലെ ആ പെണ്ണിന്റെ മേലെ കൈ വെച്ചപ്പോഴേ എനിക്ക് അവനെ മനസ്സിലായതാ. അവൻ എവിടെ പോവാനാ? ഞാൻ യമനടാ. മെറാൻഡ. പോവാടാ. ഗോവിന്ദം ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ ഗോവിന്ദം, ഈ ശബ്ദം കേട്ടിട്ട് കാതടഞ്ഞു പോകുന്ന തോന്നുന്നേ. ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, ഭജ ഗോവിന്ദം, ഗോവിന്ദം ഭജ മൂഢമതേ, ഭജ ഗോവിന്ദം. അമ്മ മോളിൽ എന്നാ ചെയ്യുന്നേ? നിങ്ങക്ക് തരാൻ പാലിലെ പൂച്ചുമരുന്ന് കലക്കിക്കൊണ്ടിരിക്കുക. പൂച്ചളിക്കൊണ്ടിരിക്കുവായിരുന്നോ? ഇപ്പോഴും ഒക്കെ എന്നോട് സ്നേഹമായിരുന്നോ? കെട്ടിക്കാലം തുടങ്ങി അവക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഗോവിന്ദം റോട്ടിൽ കറങ്ങി നടന്ന ഞങ്ങളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് നിനക്ക് നല്ലത് വരട്ടെ. ഇത് എന്റെ വീട്. എങ്ങനെയുണ്ട്? അകം കണ്ടാലല്ലേ അറിയൂ. ഡാഡി, ഡാഡി, കേട്ടില്ലേ മോളെ? എം.എസ്. സുബ്ബലക്ഷ്മി പാടുന്നതാ. അയ്യ, ആ പാട്ട് കേൾക്കുമ്പോഴേ
ചെവിക്കകത്ത് അമൃത് ഒഴിക്കും പോലെ തോന്നുന്നത്. വായിലൊഴിക്കാനോ ഒന്നുമില്ല, പിന്നെ അല്ലേ ചെവി. എന്റെ ഡാഡിയാ, പേര് കാമ്പോജി. അമ്മേ നമസ്കാരം. അമ്മേ ആ മധുരകാരനെ കേൾക്കുമ്പോ സ്വർഗത്തിലോട്ട് നേരെ എന്നിട്ട് താഴേക്ക് വരുമ്പോഴേ തോന്നുന്നത്. എന്റെ ഡാഡിക്ക് സംഗീതം എന്ന് വെച്ച ജീവന്, അതാ കേട്ടോണ്ടിരിക്കുന്നെ. ഞാനൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ സൗണ്ട് ഇങ്ങേർക്ക് വേണ്ടി മാത്രം സെറ്റപ്പ് ചെയ്ത പോലെ. ഇയാളൊരു പരമജഗടന. പരമ ചെകിടനോ? ആ എന്റെ അമ്മ, പേര് മഹാറാമൻ. നമസ്കാരം. ഒന്ന് ടിവിയുടെ സൗണ്ട് കുറയ്ക്ക്, ഈ പിള്ളേർ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എനിക്ക്. ഇതിങ്ങേരെക്കാളും സൗണ്ട് കുറയ്ക്കും. അമ്മേ, ഇവര് മുകളിലത്തെ നിലയിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്നവരാ. അതെ അതെ. നിങ്ങളൊക്കെ പെണ്ണ് കാണാൻ വന്നാണോ? വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ആരും വന്നില്ലേ? ഇരിക്കെ. അതെ, നമ്മുടെ മോളെ കാണാൻ ചെറുക്കനും കുട്ടിയും വന്നിരിക്കുക. എന്നതാ മീറ്റർ റീഡിംഗ് എടുക്കാൻ വേണ്ടിയോ? അതിനെന്തിനാണ് ഈ 3 പേര് വന്നിരിക്കുന്നത്? വോട്ടർ ലിസ്റ്റ് എടുക്കാനല്ല, പെണ്ണ് കാണാൻ വന്നാണെന്ന്. നിങ്ങളൊക്കെ അങ്ങോട്ട് ഇരിക്കേ. ഇങ്ങനെ ചെവി കേക്കില്ല, പറഞ്ഞാലും മനസ്സിലാവില്ല. മോന്റെ പേരെന്താ? അത് ധർമ്മ. കർമാന്നോ? അവന്റെ പേര് രാജ. കൂജയോ? വേറെ പേരൊന്നും കിട്ടിയില്ലേ? ആഹാ, ഇവൻ നന്നായിട്ട് വീണ വായിക്കും തോന്നുന്നല്ലോ. എനിക്ക് വീണെന്ന് വെച്ചാൽ വലിയ ഇഷ്ടാ. അക്കാലത്ത് ഇങ്ങേരോട് നടന്നാ വീണ വായിച്ചോണ്ടിരുന്നത്. ഇങ്ങേരുടെ രാഗത്തിന് ഇപ്പൊ ശ്രുതി പോരാ. ഒരു പ്രാവശ്യമെങ്കിലും നീ നന്നായിട്ട് വീണ വായിച്ചെങ്കിൽ ഞാൻ കാതോർത്ത് കേട്ടേനെ. ആ കാത് വെച്ചോണ്ടാ? ആഹാ, നയനയുടെ കാര്യല്ല, ഈ വീണയുടെ കാര്യ പറഞ്ഞേ. വരൂ, മുകളിലേക്ക് പോ. എന്താ ഇത്ര വലിയ ആലോചന? ഐശ്വര്യയെ പറ്റി ആലോചിക്കുകയായിരുന്നു. അതെ, ഐശ്വര്യയുടെ കണ്ണടയുന്നത് വരെ നമ്മൾ കണ്ണടക്കാൻ പാടില്ല. ഗുപ്ത, നീ ഉറങ്ങുകയാണോ അതോ യോഗാസനം ചെയ്യണോ? ഒന്നുമില്ല, നിനക്ക് ഉറക്കത്തിൽ കാലെടുത്തിടുന്ന സ്വഭാവം ഉണ്ടോ? ആ ഇപ്പൊ ചുമരലുണ്ട്, ഇനി എവിടെ വീഴുന്ന അറിയില്ല. എന്റെ പുറത്ത് കാലിട്ടാലും കുഴപ്പമില്ല, പക്ഷെ എന്റെ വീണപ്പുറത്ത് കാലിട്ടാലേ അതെന്റെ കുടുംബ സ്വത്താ. ആ പെണ്ണിന്റെ ജീവനെ നമ്മൾ എടുക്കേണ്ടത്. കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മി പോലുണ്ട്, എന്നാലും നമ്മുടെ കടമ ചെയ്തല്ലേ പറ്റൂ. ഓ കരയല്ലേ? ദേ അമ്പിളിമാമനെ കണ്ടോ? നമുക്ക് അമ്പിളിമാമനെ വിളിക്കാം. വാ 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 വാ. അമ്പിളിമാമൻ ഇന്ന് വരില്ല, നാളെ വരുള്ളൂ. ഒരു ബൈ പറയേ. വാ നമുക്ക് പോയി പാപ്പം കഴിക്കാം. അയ്യടാ, ചന്ദ്രൻ എങ്ങനെ അടുത്ത് വന്നു? അങ്ങോട്ട് നോക്ക്, എന്തൊരു അത്ഭുതം. ഐശ്വര്യ, അത് ഞാനാ. നിങ്ങള് അന്ന് റൗഡികളെ ഫൈറ്റ്. ഇവിടെ എന്താ ചെയ്യാ? ഈ വീട്ടിൽ ഞങ്ങൾ വാടകയ്ക്ക് വന്നിരിക്കുക. ആണോ? ഞാൻ താഴത്തേക്ക് വരാം, ഇപ്പൊ വരാവേ. താഴേക്കോ? നിന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇനി ഒന്നും ആലോചിക്കണ്ട, പെട്ടെന്ന് കയറെടുക്കണം, വീശണം, ജീവൻ എടുക്കണം. സോറി, അന്ന് നിങ്ങളോടൊരു താങ്ക്സ് പോലും പറയാതെ പോവേണ്ടി വന്നു. സാരമില്ല ഐശ്വര്യ. താങ്ക്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാപ്പി ചായ തീർച്ചയായിട്ടും തരും. അല്ല, ഇതാരാ? അത് എന്റെ അപ്പൂപ്പൻ. ഇത് അപ്പൂപ്പനോ? അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല, കാലത്തെ ഷേവ് ചെയ്തപ്പോ ചെറുപ്പായതാ. ഹായ് ഐശ്വര്യ. ഹായ് വൈജയന്തി. അന്ന് റൗഡികളുടെ കയ്യിൽ നിന്ന് നിന്നെ രക്ഷിച്ചവരോട് നിനക്ക് താങ്ക്സ് പറയാൻ പറ്റിയില്ലെന്ന് ഭയങ്കര ഫീൽ ആയിരുന്നില്ലേ? നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത്. അതെയോ? ഞങ്ങൾ രണ്ടുപേരും ചെറുപ്പം മുതലേ ബെസ്റ്റ് ഫ്രണ്ട്സാ. ഓ അത് ശരി, ഇവരെന്റെ ഫ്രണ്ടാ. ഒരു പ്രാവശ്യം ഇവരുടെ ജീപ്പിൽ കയറി, 2 പ്രാവശ്യം ഞാൻ ദേഹത്ത് വീണു. പഞ്ഞിമെത്ത പോലെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാനും ഒരു പ്രാവശ്യം ജീപ്പിലേക്ക്. നിങ്ങളെ 3 പേരെയും എന്റെ വീട്ടുകാരെ പരിചയപ്പെടുത്താം. തീർച്ചയായും നിങ്ങളെ വീട്ടിൽ വരണം. ആഹാരം കഴിക്കാൻ വരാം.
ഓ ഷോ ഓക്കെ പോട്ടെ ഓക്കെ ബൈ 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 ഇവിടെ വാ. ഇനി മേലിൽ ജീപ്പിൽ വെച്ച് നടന്ന കാര്യം ആരോടെങ്കിലും പറഞ്ഞ പൊന്നു മോനെ നിന്റെ കാര്യം പോക്കാം. എന്താ ആ ദേ വരുന്നു. ധർമ്മ സന്ദർഭം തേടി വന്നിരിക്കുകയാണ്. നാളെയോടെ അവിടെ മരണമുഹൂർത്തം കുറിക്കണം.